സന്തോഷിക്കുവിൻ, സന്തോഷിക്കുവിൻ കുഞ്ഞെ സന്തോഷിക്കുവിൻ. നിന്നരത്തിൽ നീ ഇന്നു സന്തോഷിക്കുവിൻ. നിസാരമാ നിസാരമാ നീറും ദുഃഖങ്ങൾ നിസാരമാ. നാളെ വരുന്ന മഹിമയൊക്ക ഇന്നീ ദുഃഖങ്ങൾ നിസാരമാ. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. എൻ്റെ മക്കളെ, കർത്താവ് നമ്മോട് വളരെ സുന്ദരമായിട്ട് ഹൃദ്യമായിട്ടും നിങ്ങളെ ആവേശഭരിതരായിക്കൊണ്ടാണ് കർത്താവിൻ്റെ ആത്മാഭിഷേകത്തിലെ ഈശോ നമുക്ക് വചനങ്ങൾ നൽകിയത്. നിങ്ങൾ കഷ്ടപ്പെട്ട് വിഷമിച്ച് വേദനിച്ച് കർത്താവിൻ്റെ ദിവസം ഇവിടെ എത്തിയത് ദൈവമാണ് നിങ്ങളെ കൊണ്ടുവന്നതെന്നും ബോധ്യമുണ്ടാകണം. ഈ മാതാവിൻ്റെ മണ്ണിൽ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദൈവമാണ് ചവിട്ടിച്ചിരിക്കണമെന്ന് ബോധ്യം ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം നിങ്ങളെ ഏറ്റെടുത്തിരിക്കുന്നു. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, മഹത്വം മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പെൺമക്കളെ, അച്ഛൻ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ പറയാം. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് സ്തുതിച്ചുകൊണ്ടേയിരിക്കണം. കർത്താവിൻ്റെ കൃപ നിങ്ങളിലേക്ക് ആവശ്യിക്കപ്പെടുകയും നിങ്ങൾക്ക് ഈ വിഷയത്തിൽ സാക്ഷ്യം പറയാൻ സാധിക്കുകയും ചെയ്യും. മനുഷ്യൻ്റെ കണ്ണുനീരിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ദൈവം ഈ കുഞ്ഞു സ്ഥാപനം സൃഷ്ടിച്ചിരിക്കുന്നത്. 10,000-കണക്കിന് സാക്ഷികളുടെ പിൻബലം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നീ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുള്ള വചനങ്ങൾ, എന്നിലൂടെ ദൈവം നിനക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ള വചനങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി കണ്ണുനീരോടെ നീ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അതുപോലെ തന്നെ ഉടമ്പടി എന്താണോ അതിൻ്റെ ആത്മാവനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള പ്രത്യേകമായ കൃപയാൽ ദൈവം നിന്നെ അഭിഷേകം ചെയ്യട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉടമ്പടി നിങ്ങളെ ആരാധനാപൂർവ്വം പാലിക്കാനുള്ള ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം ആരാധന ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛൻ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പങ്ക്രിയാസിലൊക്കെ കല്ലുള്ളവരുണ്ട്, കിഡ്നിയിൽ കല്ലുള്ളവരുണ്ട്. ഇങ്ങനെ ചില അവയവങ്ങളിൽ ഇതുപോലെ കല്ല് ഫോം ചെയ്യുന്നതുണ്ട്. അവിടെയെല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം അടിപ്പെടുന്ന പോലെ വൈദ്യാഘാതം പോലെ നിബന്ധിച്ചുകൊണ്ട് നിന്നെ അതിൽ നിന്ന് ഓപ്പറേഷൻ ഇല്ലാതെ നിന്നെ കർത്താവ് സുഖപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കും. നടുവ് വേദനയുള്ളവരുടെ നടുവ് പിൻകഴുത്തുകൾ ഇങ്ങനെ മുന്തിയിരിക്കുന്നുണ്ട്. അവരെല്ലാം അത് നടുവിന് ഡിസ്കിന് പ്രശ്നമുള്ളവരാണ്. പലപ്പോഴും ഇങ്ങനെ മുതുക് കുഞ്ഞ് പിൻകഴുത്ത് ഉന്തിയിരിക്കുന്നു. അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അവർ പ്രാർത്ഥനയുടെ പരിധി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മുടി വല്ലാണ്ട് കൊഴിഞ്ഞു പോകുന്നവർ, വല്ലാതെ മുടി കൊഴിഞ്ഞു പോകുന്നവർ, ശരീരം ചൂടാകുന്നവർ, പ്രഷർ വിട്ടുമാറാത്തവർ, ഷുഗർ രോഗികൾ, അതുപോലെ ശരീരങ്ങൾ അസ്ഥികളെല്ലാം ദ്രവിക്കുന്നവർ, അസ്ഥി സന്ധികളിൽ നീര് വെക്കുന്നവർ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ പ്രഷർ മാറ്റമില്ലാത്ത രീതിയിൽ നിൽക്കുന്നൊരു കിടപ്പ് രോഗികളുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കല്യാണം ഒത്തുവരാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ജീവിത പങ്കാളി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ജീവിത പങ്കാളി മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവർക്കെല്ലാം അവരുടെ ജീവിതത്തിലെല്ലാം ദൈവത്തിൻ്റെ ഇടപെടൽ ഏത് തരത്തിലും ദൈവത്തിന് നിന്നെ സഹായിക്കാം. മറ്റു മനുഷ്യർ എന്നെ ശക്തനാക്കുന്നുണ്ട്, എനിക്കെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞത് നിൻ്റെ സങ്കടം എന്താണോ, നിൻ്റെ വിഷയം എന്താണോ, നിന്നെ ഏത് തരത്തിലും സഹായിക്കാൻ, ഏത് അവസ്ഥയിലും സഹായിക്കാൻ നിൻ്റെ ദൈവത്തിന് മാത്രമേ കഴിയൂ. ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ശരീരം മുഴുവൻ വിസർപ്പ രോഗങ്ങൾ, സോറിയാസിസ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പിസ്തുല രോഗികൾ, PCOD രോഗികൾ, അതുപോലെ തന്നെ അർസസ് രോഗികൾ, അൾസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം അതുപോലെ തന്നെ ജോലി ഇല്ലാത്തവർ, ജോലി അന്വേഷിക്കുന്നവർ, ഓരോരോ പേപ്പറുകൾ, രേഖകൾ അന്വേഷിക്കുന്നവർ, കാത്തിരിക്കുന്നവർ,
പരീക്ഷയുടെ റിസൾട്ടുകൾ കാത്തിരിക്കുന്നവർ, വസ്തു വിൽക്കാനുള്ളവർ, വസ്തു വാങ്ങാനുള്ളവർ, വീട് വിൽക്കാനുള്ളവർ, വീട് വെക്കാനുള്ളവർ, വീടിന് സമാധാനം ഇല്ലാത്തവർ, എല്ലാ മേഖല പൈശാചിക ബന്ധങ്ങൾ അഴിഞ്ഞു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഇട്ടുമുഴുക്കാൻ പോലെ സ്തുതിക്കട്ടെ. നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ അടിപ്പിട പോലെ വൈദാഘാതം പോലെ ദൈവികമാശത്തെ നിങ്ങളുടെ സ്ഥിരത്തിലൊഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഈശോയുടെ ശ്രദ്ധയുടെ ഈശോ കുഞ്ഞു കമ്പോളങ്ങൾ നടത്തുന്നവര്, കടകൾ നടത്തുന്നവര്, വ്യാപാരങ്ങൾ നടത്തുന്നവര്, വരുമാനമായി നിന്നുപോയവര്, സാമ്പത്തികമായി ഞെരുക്കമുള്ളവര്, കുഞ്ഞുങ്ങളെ ഓർത്ത് വിഷമിക്കുന്നവര്, ലഹരി ഓർത്ത് അടിപ്പെട്ടു പോയവര്, ഇങ്ങനെ ഓരോരോ കുടുംബങ്ങളിൽ പിരിഞ്ഞു പോയവര്, പിരിഞ്ഞു പോയി കേസിലായിരിക്കുന്നവര്, പോസ്കോ കേസ് അകപ്പെട്ടു പോയവര്, ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഉന്നതമായ നാമത്തില്, സഭയുടെ അധികാരത്തില്, കുരിശിന്റെ അടയാളത്തില്, ദൈവത്തിന്റെ ശക്തിയാൽ രേഖകൾ ഒപ്പിടാനുള്ളവര്, പ്രമാണം നടക്കാനുള്ളവര്, കേസുകൾ പറഞ്ഞു തീർക്കാനുള്ളവര്, കാണാതെ പോയ വ്യക്തികളെ, കാണാതെ പോയ വസ്തുക്കളെ, കാണാതെ പോയ ജീവിതത്തിന്റെ അവസ്ഥകള്, സസ്പെൻഷനിലായിരിക്കുന്നവര്, കേസ് നടക്കുന്നവര്, ജോലി നഷ്ടപ്പെട്ടവര്, ജോലി ഇല്ലാതെ വീട്ടിൽ നിൽക്കുന്നവര്, എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തില്, സഭയുടെ അധികാരത്തില്, കുരിശിന്റെ അടയാളത്തില്, ദൈവശക്തിയാൽ മാർഗ തടസ്സങ്ങള്, ജീവിതദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള് യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോ